ഈ 24 ലക്ഷത്തോളം വോട്ടുകൾ എങ്ങനെ കുറഞ്ഞു? അതിൽ 2 ലക്ഷത്തോളം വോട്ട് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കുറഞ്ഞിരിക്കുന്നതാണ് പറയുന്നത്. അതിന് നിങ്ങൾ ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ്. നിങ്ങൾ നിരീക്ഷകനാണെന്ന് ഒരു ഉപായം പറഞ്ഞ് രക്ഷപ്പെടരുത്. നിങ്ങൾ ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ് ഇത്തരം ചർച്ചകളുടെ. ബി.ജെ.പിക്ക് വോട്ട് കുറഞ്ഞതിന്റെ ഉത്തരവാദിത്വം ബി.ജെ.പിക്ക് വോട്ട് തീർച്ചയായിട്ടും ബി.ജെ.പി അതിന്റെ എനിക്കറിയില്ലെന്ന്. അത് ബി.ജെ.പിക്ക് കുറഞ്ഞു, വോട്ട് കുറഞ്ഞു, അവരുടെ വർക്കിന്റെ കുഴപ്പം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ സ്ഥാനാർത്ഥികളുടെ കുഴപ്പം കൊണ്ടായിരിക്കാം. ജനങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പില് ബി.ജെ.പിക്ക് വോട്ട് ചെയ്യേണ്ടെന്ന് തോന്നിയിട്ടുണ്ടാവാം. അല്ലാതെ വോട്ട് കുറയുന്നതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലല്ലോ. ജനങ്ങൾ വോട്ട് ചെയ്യാത്തതുകൊണ്ടാണ് വോട്ട് കുറഞ്ഞത്. സിമ്പിൾ. വോട്ട് കൂടുന്നതും വോട്ട് കുറയുന്നതും ജനങ്ങൾ വോട്ട് ചെയ്യുന്നതുകൊണ്ട് വോട്ട് ചെയ്യാത്തതുകൊണ്ടുമാണ്. തൃശ്ശൂർ ഇത്തവണ ബി.ജെ.പിക്ക് വോട്ട് കുറഞ്ഞത് അത്രയും ജനങ്ങൾ വോട്ട് ചെയ്യാത്തതുകൊണ്ടാണ്. അതല്ല വേറെന്താണ് ആൻസർ ഉള്ളത്? പലയിടത്തുനിന്നും ആൾക്കാരെ അവിടെ എത്തിച്ച് അവിടെ വോട്ട് രേഖപ്പെടുത്തി പല അപ്പാർട്ട്മെന്റിലെയും ഫ്ളാറ്റിലെയും ആളുകളൊക്കെ എത്തിച്ചുകൊണ്ട് വോട്ട് ചെയ്താൽ അവിടെ വോട്ട് കൂടും. അതാണ് 2024 സംഭവിച്ചത്. ക്യാപിറ്റൽ വില്ലേജിൽ മാത്രം ഒരു അഡ്രസ്സിൽ 11 വോട്ടർമാർ. പോട്ടെ, മലപ്പുറത്തു നിന്നുള്ള ബി.ജെ.പി വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ എവിടെയാണ് വോട്ട് ചെയ്തത്? തൃശ്ശൂരിലാണ് വോട്ട് ചെയ്തത്. ഇങ്ങനെ വോട്ട് ചെയ്താൽ വോട്ട് കൂടില്ലേ? ദിവ്യ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ കേരളം ഭരിക്കുന്നത് ബി.ജെ.പി ആണോ? ഇലക്ഷൻ കമ്മീഷനാണ്. പിന്നെ ഇത്രയുമൊക്കെ നിങ്ങളുടെ കൺമുമ്പിൽ ബി.ജെ.പി ഇത്ര ഭീകരമായ കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ കൺമുമ്പിൽ ചെയ്തിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ കുഞ്ഞിക്കണ്ണ സഖാവെ വേറെ വല്ല പണിയും നോക്കുപോയി. ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേടൊക്കെ ചൂണ്ടിക്കാണിച്ചാൽ ആരാണ് ചെയ്യേണ്ടത്, നടപടി എടുക്കേണ്ടത്? ശ്രീ ശ്യാം പ്രസാദ് അതുകൂടി പറയും. തൃശ്ശൂരിലെ ഈ വോട്ട് കൊള്ളയെ കുറിച്ച്, ഈ ക്രമക്കേടിനെ കുറിച്ച് പരാതി നൽകിയതാണ്. എന്ത് നടപടി ഉണ്ടായി? ഒന്നും ഉണ്ടായില്ല. കേരളം ഭരിക്കുന്നത് ആരാണ്? നിങ്ങളുടെ കൺമുമ്പിൽ ഇത്രയും വലിയ കാര്യങ്ങൾ നടന്നപ്പം നിങ്ങളുടെ ബൂത്ത് ഏജൻസിനും നിങ്ങളുടെ പാർട്ടിയെ കൊണ്ടോ ഒരു ചുക്കും ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് ഇടപെടാൻ പറ്റില്ല. സ്റ്റേറ്റ് ഗവൺമെന്റ് ഇടപെടാതെ ഇലക്ഷൻ കമ്മീഷനാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടാക്കുന്ന ഇലക്ഷൻ കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് നടപടികൾ മുഴുവൻ തീരുമാനിക്കുന്നതും ഒക്കെ ഇലക്ഷൻ കമ്മീഷൻ. ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിക്കുന്നതിനനുസരിച്ച് സംസ്ഥാന പോലീസിന് പോലും പ്രവർത്തിക്കാൻ പറ്റൂ. ഇവിടെ നരേന്ദ്രമോദിയെയും അമേരിക്കൻ പ്രസിഡന്റിനെയും വരെ പാഠം പഠിപ്പിക്കുന്ന വലിയ മഹാന്മാരല്ലേ നിങ്ങള്? അമേരിക്കൻ പ്രസിഡന്റിനെ വരെ ഇവിടെ നിങ്ങൾ തീരുമാനിക്കുമല്ലോ. അതുപോലെ ഗാസയിലൊക്കെ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്ന മഹാശക്തികളായ നിങ്ങൾ ഇവിടെ ഉള്ളപ്പോ ബി.ജെ.പി ഇത് ചെയ്തു എന്നുണ്ടെങ്കിൽ അത് വലിയ കഷ്ടം. അത് നിങ്ങളുടെ പ്രശ്നം, കുഴപ്പമല്ലേ? നിങ്ങളുടെ കണ്ണും നിങ്ങളുടെ ബൂത്ത് ഏജൻസിന്റെ മുമ്പിലല്ലേ ബി.ജെ.പി ഈ കള്ളവോട്ടുകൾ മുഴുവൻ ചെയ്തത്. എന്തിനു കൊള്ളാം നിങ്ങളെ കൊണ്ട്? ശരി ഫാറൂഖ്, ഇത്രയധികം വലിയ ക്രമക്കേടും അസ്വാഭാവികതയും ഉണ്ടായിട്ട് നിങ്ങളൊക്കെ നോക്കി നിന്നോ എന്നാണ് ഷാബു പ്രസാദ് ചോദിക്കുന്നത്. ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ല. അത് നിങ്ങൾ ഡേ ബൈ ഡേ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വർണം പൊട്ടിക്കാനല്ല ഇന്നും CPM-നെ കൊണ്ട് ആകെ കൊള്ളാവുന്ന അറിയാവുന്ന. ഒരു മിനിറ്റ് ഫാറൂഖ് സംസാരിക്കട്ടെ. ഷാബു പ്രസാദ് ഇപ്പോ ബി.ജെ.പി ഏതാ പാർട്ടി എന്നാ ചോദിക്കുന്നത്. ഷാബു പ്രസാദ് ചോദിക്കുന്നത് ഇപ്പോൾ ബി.ജെ.പി ഏതാ പാർട്ടി എന്ന് പോലും ചോദിക്കുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുകയാണ്. ഞാനിതിൻ്റെ മുമ്പൊരു ചർച്ചയിൽ അദ്ദേഹം ബി.ജെ.പിയുടെ വലിയൊരു വക്താവായിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ട്. ഒരു പ്രതിരോധത്തിൽ നിൽക്കുമ്പോൾ പുള്ളിക്ക് ബി.ജെ.പി ആരാന്ന് പോലും അറിയുന്നില്ല. കിടക്കട്ടെ അവിടെ. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്കൊരു ആശങ്കയില്ല, ബി.ജെ.പിക്ക് ഒരു ആശങ്കയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ശരിയാണല്ലോ. കാരണം നരേന്ദ്രമോദി ഒരു സർക്കുലർ കൊടുത്താൽ അത് ഇലക്ഷൻ കമ്മീഷൻ വായിച്ച് അത് നടപ്പിൽ വരുത്തുന്ന ഒരു ഇലക്ഷൻ കമ്മീഷനാണ് ഇന്ത്യയിൽ. അങ്ങനെ ഒരു ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടാകുമ്പോൾ പിന്നെ എന്തിനാ ബി.ജെ.പിക്ക് ആശങ്ക? ബി.ജെ.പിക്ക് എന്തിനാ ആശങ്ക? ഞാൻ പറഞ്ഞോട്ടെ. ഹലോ, പറഞ്ഞോളൂ ഫാറൂഖ്, കേൾക്കാം. ബി.ജെ.പിക്ക് ആശങ്ക വേണ്ട. അവർക്ക് സ്വാഭാവികമായിട്ട് അവർക്ക് ഉണ്ടാവില്ല. ഈ രണ്ടാമത്, ഞങ്ങൾ ജയിക്കാൻ വേണ്ടി കശ്മീരിൽ നിന്ന് പോലും വോട്ടർമാരെ കൊണ്ടുവന്ന് ഞങ്ങളുടെ മണ്ഡലത്തിൽ വോട്ട് ചേർത്ത് വോട്ട് ചെയ്യിച്ച് ജയിപ്പിക്കാൻ കഴിവുള്ളവരാണ് ഞങ്ങളെന്ന് പറഞ്ഞത് സാക്ഷാൽ ബി.ജെ.പി നേതാവ് ശ്രീ ഗോപാലകൃഷ്ണനാണ്. എന്താണ് ശ്രീ ഷാബു പ്രസാദിന് ആ വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത്? അതുകൊണ്ട് ഇവിടെ ഒരു കാര്യം പറയുന്നു, ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ബി.ജെ.പിയുടെ ഏജന്റാണ്. ആ ബി.ജെ.പിയുടെ ഏജന്റായി പ്രവർത്തിക്കുന്ന കാലം നമ്മൾ എത്ര ശബ്ദിച്ചിട്ടും കാര്യമില്ല. ഞങ്ങൾ പറഞ്ഞല്ലോ, ഇപ്പൊ പാലക്കാട്ടെ ഞാൻ ഒരൊറ്റ കാര്യം പറയാം. പാലക്കാട്ട് ഒരു ഉന്നതനായ ബി.ജെ.പി നേതാവിൻ്റെ ഒരു അപ്പാർട്ട്മെന്റിലെ 50 വോട്ട്, ആ 50 വോട്ട് ഇവിടെ ഉള്ള വോട്ടല്ല. ആ വോട്ട് ഞങ്ങൾ പറഞ്ഞതിന് പരാതി കൊടുത്തിട്ട് ആ പരാതിயின் പേരിൽ ഒരു തരത്തിലുള്ള നടപടി എടുക്കുന്നില്ല. അങ്ങനെയാണ് നമ്മുടെ ഇന്ത്യ. ഇപ്പൊ അങ്ങനെയാണ് ജനാധിപത്യ ഇന്ത്യ, അങ്ങനെയാണ്.
നമ്മളെല്ലാവരും പൗരന്മാരൊക്കെ ആഗ്രഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്, പഴയ കാല ഒരു തെരഞ്ഞെടുപ്പുണ്ട്. ആ തെരഞ്ഞെടുപ്പ് തിരിച്ചു വരുമോ? വരണ്ടേ? അത് വരണമെങ്കിൽ ഇതുപോലുള്ള ആളുകൾ വന്നിട്ട് എന്തെല്ലാമാ പറയുന്നത്? സുരേഷ് ഗോപി ജയിച്ചത് 100% ഉറപ്പല്ലേ? ഈ കൃത്രിമത്വത്തിനല്ലേ? അവരുടെ ഡ്രൈവറിന്റെ ഫാമിലി കോട്ട് എന്തിനേറെ പറയുന്നത്? തൊട്ടപ്പുറത്തുള്ള അസംബ്ലിയിലെ വടക്കാഞ്ചേരിയിലും ചേലക്കരയിലും തൃത്താല ഉൾപ്പെടെ കുന്നോളം ഉൾപ്പെടെയുള്ള ആളുകൾക്ക് BJP-ക്കാർ അപ്പുറത്ത് വോട്ട് ചെയ്യുന്നു. അതുപോലെ മലപ്പുറം ജില്ലക്കാർ അവിടെ വോട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർക്ക് തൃശ്ശൂരിൽ വോട്ടില്ല. അവർ നേരെ അവരുടെ സ്ഥലത്ത് അവരുടെ സ്ഥലത്ത് പോയിട്ട് വോട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാം. BJP-ക്ക് അതിലൊരു സോഴ്സ് ഉണ്ട്. ആ സോഴ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ കൂടെ ഉണ്ടാകുമ്പോൾ എന്തിനു ഭയപ്പെടുന്നു? അവിടെ ഇനി BLO ഒന്നും വലിയ പ്രസക്തി ഉണ്ടാവില്ല. അതാണ് ഇവിടെ സത്യം. അതുകൊണ്ട് ഈ ജനാധിപത്യ ധ്വംസനം നടത്തുന്ന സംഘപരിവാറിനെതിരെയുള്ള ഒരു വലിയ മൂവ്മെന്റ് നമുക്ക് ഉണ്ടാകണം. ഒരു പക്ഷേ അതാണ് ഇന്ന് നമുക്കിവിടെ കാണിക്കുന്നത്. SIR-ലെ ഇപ്പോഴുള്ള വോട്ടർ പട്ടികയിലെ 22 ലക്ഷം ആളുകളെ ഒഴിവാക്കുന്നു. ഞാൻ പറയുന്നതിൽ അത് മരിച്ച ആളുകൾ മാത്രമല്ല, ഇപ്പോൾ ഉള്ള ആളുകളെ പോലും ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നത് വളരെ ഗൗരവമായി എല്ലാവരും ഏറ്റെടുത്ത് ജനങ്ങൾ തന്നെ ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ള സംശയമില്ല. മറുപടിയാണ് ഫറൂഖ് പറഞ്ഞത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ നിങ്ങളുടെ കയ്യിലിരിക്കുകയാണ്.